PS പ്രശാന്തിനെ വിമർശിച്ച് കെ ജയകുമാർ. മണ്ഡലകാലത്തിന് മുന്നോടിയായി ദേവസ്വം ബോർഡ് കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ. കോടതിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നു. താനൊരു അയ്യപ്പ ഭക്തനായതിനാൽ ദർശനം നേടാതെ ഭക്തർ മടങ്ങിപ്പോയതിന്റെ വിഷമം മനസ്സിലാക്കുന്നുവെന്നും ജയകുമാർ പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, PS പ്രശാന്തിനെ വിമർശിക്കുകയാണ് കെ ജയകുമാർ. നേരത്തെ തന്നെ നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളിലും വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭക്തർ ദുരിതം അനുഭവിച്ചത് എന്നുള്ള തുറന്നു പറച്ചിൽ കെ ജയകുമാർ നടത്തുമ്പോൾ ആ വിമർശനത്തെ നമുക്ക് എങ്ങനെ കാണാം? രോഹിണി, തീർച്ചയായും ശബരിമലയിൽ വൃശ്ചിക മാസത്തിൽ ഈ ഒരു മണ്ഡലകാലത്തിന് തൊട്ട് മുന്നുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇന്നടക്കം വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടാകുന്നത്. ജനജീവി അടക്കം പല പ്രേക്ഷകരുടെയും പ്രതികരണങ്ങൾ എത്തുകയും ഒപ്പം തന്നെ ശബരിമലയിലെ വാസ്തവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കെ ജയകുമാറിൻ്റെ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻ ദേവസ്വം പ്രസിഡന്റിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അതായത് ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ തരത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അത് കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തർ അനുഭവിക്കുന്നത്. അതിനാൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങളടക്കം കൊണ്ടുവരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദർശനം നടത്താനാകാതെ നിരവധി അയ്യപ്പ ഭക്തന്മാർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. താനൊരു അയ്യപ്പ ഭക്തനാണ്, അതിനാൽ തന്നെ ഇത്തരത്തിൽ ഭക്തർ മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ തനിക്ക് ദുഃഖമുണ്ട്. മടങ്ങിപ്പോയ ഭക്തർ വീണ്ടും തിരികെ ദർശനത്തിന് എത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വികാരാധീനനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 അല്ലെങ്കിൽ 3 മണിക്കൂറുകൾ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ കൂടുതൽ മണിക്കൂറുകൾ പോകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം നടപ്പാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കുക. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള വീഴ്ചയ്ക്ക് കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. കാരണം ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ കൃത്യമായിട്ട് സജ്ജീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷോപലക്ഷം ഭക്തർ എത്തുന്ന ഇടം കൂടിയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പാളിച്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ദേവസ്വം ബോർഡിനെ തന്നെ ആ ഒരു വീഴ്ചയെ തുറന്ന് സമ്മതിക്കുന്നത്. എന്നാൽ താൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ഈ മുന്നൊരുക്കങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അദ്ദേഹം നേരിട്ട് ശബരിമലയിൽ എത്തി ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് മടങ്ങി എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കൃത്യമായി മുന്നൊരുക്കങ്ങൾ അത് നടപ്പാക്കും. നിയന്ത്രണങ്ങളല്ല, അത് കൃത്യമായി ഭക്തർക്ക് അനുയോജ്യമായ രീതിക്ക് ദർശനം നടത്തി സുഗമമായി പോകുവാനുള്ള നടപടിക്രമങ്ങളായിരിക്കും, അത്തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക എന്നാണ് പറയുന്നത്. കാര്യം നമുക്കറിയാം, ഈ ശബരിമലയിൽ ദർശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നവരുണ്ട്. അത് അടിസ്ഥാന സൗകര്യങ്ങളില്ല, വെള്ളം കിട്ടുന്നില്ല, മാത്രമല്ല ശുചിമുറികൾ അടക്കമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഭക്തരടക്കം, അതായത് പ്രായമായവരുണ്ട്, പുരുഷന്മാരുണ്ട്, ചെറിയ കുഞ്ഞു മക്കളുണ്ട്, അവരടക്കം നിരവധി പേർ എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അയ്യനെ കണ്ട് തൊഴുവാനെത്തിയ ആ ഭക്തർ മനോവേദനയോട് കൂടിയാണ്, അതായത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളില്ലാതെ വേദനയോടുകൂടി മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വലിയ തരത്തിൽ തനിക്കും വേദന ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രയും വേഗം നടപടികൾ ഉണ്ടാകും, ഇതിന് പരിഹാരം കാണുവാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാകും ഉണ്ടാകുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല വീണ, നമുക്കിവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വൃശ്ചികം പുലർന്ന് 2ാം ദിവസം തന്നെ ഉണ്ടായ ആ കെടുകാര്യസ്ഥത കെ ജയകുമാർ തുറന്നു സമ്മതിക്കുകയുണ്ടായി. പാളിച്ചകൾ പറ്റി, വീഴ്ച പറ്റി എന്നുള്ളത് എടുത്തു പറയുകയുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നേരത്തെ നിലവിലുണ്ടായിരുന്ന ആ ദേവസ്വം ഭാരവാഹികൾ അല്ലെങ്കിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും പറയുന്നു. അവിടെയാണ് കെ ജയകുമാർ വ്യത്യസ്തനാകുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു, അല്ലെ? ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ. പക്ഷേ അതല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചുമതലയേറ്റ് അധികാരമേറ്റതിന് ശേഷം പാളിച്ചകളായി തന്നെ വിലയിരുത്തുന്നു. അത് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വാഗതാർഹം തന്നെയല്ലേ? തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പ ഭക്തനായതിനാൽ തന്നെ ആ ഒരു അയ്യപ്പ ഭക്തൻ ഉണ്ടാകേണ്ട മനോവിഷമം, ഉണ്ടായ മുറിവേറ്റ, അതായത് നിരവധി അയ്യപ്പ ഭക്തർ അവിടെ എത്തുന്നു, അവർക്കേറ്റ മുറിവിൻ്റെ ആ ഒരു മനോവിഷമം തന്നെയാണ്, ആ വേദന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി തൻ്റെ ഔദ്യോഗിക നിർവഹണം അത് കൃത്യമായി എത്തുന്ന ഭക്തർക്ക് വേണ്ടിയാണ്. കാര്യം അദ്ദേഹം ഔദ്യോഗിക നിർവഹണം ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചപ്പോഴും അദ്ദേഹം ആദ്യം
പറഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഞെട്ടിച്ച വിവരങ്ങളും കഴിഞ്ഞ തൊട്ട് മുന്നാലെ ഇരുന്ന ഭരണസമിതിയുടെ പങ്കടക്കം അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് അത്തരം നടപടികളൊക്കെ ഭാവിയിൽ സ്വീകരിക്കും. പക്ഷേ തൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്കായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിലിപ്പോൾ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറയുന്നു. അതായത് താനിപ്പോൾ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ പോലും മുൻപിരുന്ന ഭരണസമിതിക്ക് അത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച തന്നെയാണ്. അത് കൃത്യമായി ദേവസ്വം ബോർഡ് ഏറ്റവും പരമപ്രധാനമായി പ്രാധാന്യം നൽകേണ്ടത്. മറ്റു വിവാദങ്ങളും കേസുകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിൽ പോലും പരമപ്രധാനമായി പ്രാധാന്യം നൽകേണ്ടത് എപ്പോഴും ശബരിമലയിൽ ദർശനത്തെത്തുന്ന ഭക്തർക്കാണ്. ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് ഔദ്യോഗിക പദവി ഒഴിയുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രതികരണങ്ങളൊക്കെ പൊള്ളയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളടക്കം ജനം TV അടക്കം പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു. അത് മാത്രമല്ല അദ്ദേഹം ശബരിമലയിൽ നേരിട്ടെത്തി അത് മനസ്സിലാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ദുഃഖം കൂടിയാണ് അദ്ദേഹം ആ ഒരു പദവിയോട്. മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നതുകൂടിയാണ്. തൻ്റെ പദവിയോട് നീതി പുലർത്തുക. അദ്ദേഹം ആദ്യവും പറഞ്ഞു, നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുമ്പോൾ ഈ ഒരു പദവി ഏറ്റെടുക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത് മാധ്യമങ്ങളടക്കം ചോദിക്കുമ്പോൾ ഇതൊരു മുൾക്കിരീടമാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കിരീടം കൈകാര്യം ചെയ്യും പോലെ ഇരിക്കുമെന്നുള്ളതാണ്. അതായത് തനിക്ക് സത്യസന്ധമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. തനിക്ക് ദുഃഖമുണ്ട്. നിറകണ്ണുകളോടെയാണ് അദ്ദേഹം പ്രതികരണത്തിന് ശേഷം വ്യക്തിപരമായിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ നടത്തിയത്. അതായത് എത്രയും വേഗം ഇത് സുഗമമാക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ സുഗമമായിട്ടുള്ള ദർശനത്തിന് അവസരം എന്ന് പറയുന്നത്. എന്തായാലും പാളിച്ച പറ്റി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല VS പ്രശാന്തിനെ വിമർശിക്കുന്നുമുണ്ട് K ജയകുമാർ എന്നുള്ളതാണ്. ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.